ഒരു ഭാഗത്ത് പിതാമഹനായ ഭീഷ്മരും ആചാര്യനായ ദ്രോണരും സോദരന്മാരായ ധൃതരാഷ്ട്രപുത്രന്മാരും നിൽക്കുമ്പോൾ അവർക്കെതിരെ ബാണപ്രയോഗം നടത്താൻ ത്രാണിയില്ലാതെ വിഷാദിച്ചുകൊണ്ട് മിണ്ടാതെ തേർത്തട്ടിലിരിക്കുന്ന അർജുനനെ നോക്കി ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്ന വാക്കുകൾ. എടോ അർജുന, മരണം ശരീരധർമ്മമാണ്. അതുകൊണ്ട് ആരുടെയും മരണത്തിൽ ദുഃഖിക്കാൻ അവകാശമില്ല. അജ്ഞന്മാരെ മരണത്തെപ്പറ്റി ദുഃഖിക്കുകയുള്ളൂ. നീയാകട്ടെ ബന്ധുജനങ്ങളായ ഭീഷ്മദ്രോണാദികൾ മരിക്കുമെന്ന് വെച്ച് അജ്ഞസാധാരണമായി ദുഃഖിക്കുന്നു. ജ്ഞാനികളുടെ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ജ്ഞാനികൾ മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും ദുഃഖിക്കുകയില്ല. ഞാനും നീയും ഈ നിൽക്കുന്ന രാജാക്കന്മാരും ഇതിനു മുമ്പൊരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനിമേൽ ഇല്ലാതാവുകയുമില്ല. നമ്മുടെ എല്ലാം ആത്മാവ് നാശരഹിതവും നിത്യവുമാണ്. അത് മുമ്പും ഇപ്പോഴും ഇനിയും ഉള്ളത് തന്നെ. അങ്ങനെ നമ്മളെല്ലാവരും എന്നുമുള്ളവരായിരിക്കുമ്പോൾ ആർക്ക് ആരെക്കുറിച്ച് എന്തിനു ദുഃഖിക്കണം? മരണത്തിൻ്റെ നിസാരതയെ കൂടുതൽ സ്പഷ്ടമാക്കാൻ അതിൻ്റെ സ്വഭാവത്തെ ഭഗവാൻ വിമർശിക്കുന്നു. മരണം എന്നാൽ എന്താണെന്ന്. നിർവികാരവും ഏകവുമായ ആത്മാവ് ഓരോ വ്യക്തിയിലും ശരീരത്തിലും അഹംബുദ്ധിയോടെ ഞാൻ എന്ന ഭാവത്തോടെ വർത്തിക്കുന്നു. തന്മൂലം ദേഹം ആത്മാവെന്ന അഭിമാനവും ജനിക്കുന്നു. അങ്ങനെ ദേഹാഭിമാനമുള്ള ആത്മാവിനെ ദേഹി എന്ന് പറയും. അതിനെ തന്നെയാണ് ജീവനെന്ന് വ്യവഹരിക്കുന്നതും. ആത്മാവ് എന്നും ഒരു ശരീരത്തെ തന്നെ കൈക്കൊള്ളുന്നില്ല. തൃണജലു കന്യായേന ഒന്നുവിട്ട് മറ്റൊന്ന് എന്ന ക്രമത്തിൽ ശരീരാന്തരങ്ങളെ മറ്റ് ശരീരങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥൂല ശരീരം ബാല്യം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ ദശാന്തരങ്ങളെ പ്രാപിക്കുന്നത് പോലെ ആത്മാവിൻ്റെ മേൽപ്പറഞ്ഞ ശരീരാന്തര പ്രാപ്തിയാണ് മരണം. ഈ വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ മരണത്തെക്കുറിച്ച് പരിഭ്രമിക്കുകയില്ല. ശീതം അനുകൂലമായിരിക്കുമ്പോൾ സുഖം, പ്രതികൂലമായിരിക്കുമ്പോൾ ദുഃഖം. അപ്രകാരം തന്നെ ഉഷ്ണത്തിൻ്റെ കാര്യവും. ഇത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് ഇന്ദ്രിയ വിഷയബന്ധങ്ങൾ ചിലപ്പോൾ സുഖമായും ചിലപ്പോൾ ദുഃഖമായും തോന്നാം. അപ്പോൾ അവയ്ക്ക് സ്ഥിര സ്വഭാവമില്ലെന്ന് സ്പഷ്ടമായല്ലോ. മാത്രമോ ഉൽപ്പത്തിയും നാശവും ഉണ്ടെന്നുകൂടി. അങ്ങനെ വാസ്തവസത്തയില്ലാത്ത പ്രതീതി മാത്രമായ ഇന്ദ്രിയബന്ധങ്ങളെ സുഖമെന്നും ഭാവിക്കാതെ രണ്ടിനെയും സമചിത്തതയോടെ സഹിക്കുകയാണ് അറിവുള്ളവൻ്റെ കർത്തവ്യം. വിഷയാനുഭവ രൂപമായ സുഖദുഃഖങ്ങളെ സമനിലയിൽ സഹിക്കുന്നതിൻ്റെ പ്രയോജനത്തെ ഭഗവാൻ വ്യക്തമാക്കുന്നു. അർജുന, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ശബ്ദരൂപാദികളായ വിഷയങ്ങളോട് ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ പരിചയാനുരൂപമായി മനസ്സിനുണ്ടാകുന്ന വെറും സങ്കല്പങ്ങളാണ് സുഖദുഃഖങ്ങളും ശീതോഷ്ണാദികളുമെല്ലാം. കാൽപ്പനികങ്ങളായ ആദർശ വിഷയാനുഭവങ്ങൾക്ക് തത്വത്തിൽ ഭിന്നവൃത്തിത്വമില്ല, സൽഭാവവുമില്ല. ഈ സത്യം മനസ്സിലാക്കി സുഖദുഃഖാനുഭവങ്ങളിൽ സമബുദ്ധി കൈക്കൊള്ളുന്നവൻ ധീരനാകുന്നു, യഥാർത്ഥ ജ്ഞാനിയുമാകുന്നു. അവനെ വിഷയാനുഭൂതികളൊന്നും തന്നെ അണുമാത്രവും ചലിപ്പിക്കുകയില്ല. ആ ധീരന് മാത്രമേ സകല ദുഃഖനിവർത്തകമായ പരമപുരുഷാർത്ഥം സിദ്ധിക്കുകയുമുള്ളൂ. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ മനസ്സിനുണ്ടാകുന്ന പരിചയാനുരൂപമായ അനുഭൂതികളാണ് സുഖദുഃഖാദികൾ. വിഷയഗുണങ്ങളാണ് സുഖദുഃഖാദികളെന്ന് പറഞ്ഞാലും ശരിയാവും. ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം ഇങ്ങനെ 5 വിഷയങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ സുഖവും പ്രതികൂലമായിരിക്കുമ്പോൾ ദുഃഖവും അനുഭവപ്പെടുന്നു. വിഷയങ്ങളാകട്ടെ ജഗത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ധർമ്മങ്ങളാണ്. മറ്റൊരു വിധത്തിൽ വിഷയാത്മകമാണ് പ്രപഞ്ചം. കാലദേശങ്ങളെ നിമിത്തീകരിച്ച് പ്രപഞ്ചം മാറിപ്പോകുന്നു. എക്കാലത്തും ഏകരൂപത്തിൽ അതിന് സ്ഥിതിയില്ല. മാറ്റമുള്ള വസ്തു ഉള്ളതാണെന്ന് പറഞ്ഞുകൂടാ. 3 കാലത്തിലും ഒരേ വിധം ഇരിക്കാത്തത് തന്നെ കാരണം. യുദ്ധസന്നദ്ധനായതിനു ശേഷം തന്മൂലം നേരിടാവുന്ന ബന്ധുനാശനമോർത്ത് മോഹാകുലനായി തീർന്ന അർജുനനെ കർത്തവ്യമിന്നതെന്ന് ഭഗവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അർജുന, എല്ലാ ശരീരങ്ങളും തഥാശ്രയികളായ കാമാദികളുമൊക്കെ നശിച്ചു പോകും. അവയെ എന്നും ഒരേ നിലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ഓരോ ശരീരത്തിലും ഭേദരഹിതമായി സ്ഥിതി ചെയ്യുന്ന നിത്യനും ഭിന്നവിധം എന്ന് അറിഞ്ഞുകൂടാത്തവനുമായ ആത്മാവാകട്ടെ നാശമറ്റതാണ്. ശരീരനാശം തന്നിഷ്ടമായ ആത്മാവിനെ ബാധിക്കുകയില്ല. അത് എന്നും പരിപൂർണവും അനശ്വരവുമായി നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബന്ധുക്കൾ മരിച്ചു പോകുമെന്ന് ദുഃഖിച്ച് നീ കർത്തവ്യമായ യുദ്ധത്തിൽ നിന്ന് വിരമിക്കേണ്ട ആവശ്യമില്ല. യുദ്ധകാര്യം നിന്റെ ധർമ്മമായി തീർന്നിരിക്കുകയാണിപ്പോൾ. ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം കൃത്യബോധമുള്ളവർക്ക് മാറ്റിവെക്കാവുന്നതല്ലല്ലോ. ഇവിടെ ധർമാനുഷ്ഠാനത്തിലുള്ള അപരിഹാര്യതയെ സൂചിപ്പിക്കുകയാണ്. അവരവർക്ക് ചുമതലപ്പെട്ട ധർമ്മങ്ങളുണ്ട്. എന്തായാലും അവയെ യഥാവസരം യഥായോഗ്യം അനുഷ്ഠിച്ചേ മതിയാകൂ.
കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാകാം, ജയപരാജയങ്ങളും സംഭവിക്കാം. തൽഫലമായി സുഖവും ദുഃഖവും അനുഭവപ്പെടുകയും ചെയ്യാം. അങ്ങനെ കർമ്മഫലമായി ഭിന്നരൂപത്തിൽ അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ പരിഗണിച്ചു കൊള്ളണം. സുഖവും ദുഃഖവും തത്വത്തിൻ്റെ വെളിച്ചത്ത് പരിശോധിക്കുമ്പോൾ ഭിന്നമല്ലെന്ന് കാണാം. അവ തോന്നലിൽ മാത്രം വ്യത്യസ്തമായിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് കർമ്മഫലം സുഖമോ ദുഃഖമോ ആയിക്കൊള്ളട്ടെ, അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഫലാഭിസന്ധി കൂടാതെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അർജുന, ഇവിടെ യുദ്ധം ഇപ്പോൾ നിന്റെ ധർമ്മമായി തീർന്നിരിക്കുന്നു.